ഇതാണ് എഡിറ്റിംഗ് റൂം. എങ്ങനെയാണ് എൻ്റെ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യലെന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു ഫോൺ ഇവിടെ കണക്ട് ചെയ്ത് തന്നെ ഈ ഒരു മോണിറ്ററിൽ കാണാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാം. ക്യാപ് കട്ടിലാണ് ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ മാക്കിലാണെങ്കിൽ ഞാൻ ഡാവിഞ്ചി റിസോൾവിലാണ് എഡിറ്റ് ചെയ്യൽ. അത് സ്റ്റുഡിയോ വെർഷനിലാണ് എഡിറ്റ് ചെയ്യുക. സ്റ്റുഡിയോയിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ കിട്ടുന്നുണ്ട്. ബേസിക് ആണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടും. സ്റ്റുഡിയോ ആണെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യണം. ഫോൺ ഡാവിഞ്ചി റിസോൾവിലാണ് എഡിറ്റ് ചെയ്യൽ. ഇതിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. കളർ ഗ്രേഡിംഗ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും എല്ലാം ഒറ്റ ഇതിൽ തന്നെ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. 4Kയിലോ 8Kയിലോ 8ലോ ആണെങ്കിലും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്യും. വേറെ എഡിറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണെങ്കിൽ ഫൈനൽ കട്ട് പ്രോ ഉണ്ട്, VN ഉണ്ട്, പിന്നെ ക്യാപ് കട്ട് ഉണ്ട്. ഇത്രയും ആപ്പ് ഉണ്ടെങ്കിലും ഒക്കെ ഇതിൻ്റെ മുന്നിൽ വേസ്റ്റ് ആണെന്ന് ഞാൻ പറയും. ഇതാണ് മെയിൻ. ഇതുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ഈ ഒരു ആപ്പുകളൊന്നും ഒരു ആവശ്യമില്ല. അത്രക്കും പവർഫുള്ളാണ് ഡാവിഞ്ചി റിസോൾവ്. ഐഫോണിലാണ് നിഞ്ച എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യൽ. അടിപൊളിയാണിതും. ഇതും പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്പിളിലുള്ള എല്ലാ സാധനവും പൈസ എടുത്ത് വാങ്ങണം. ഫോണിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലും ഒക്കെ. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇവൻ തൊട്ടാൽ കാശ് പോക്കാന്ന് പറഞ്ഞ മാതിരിയാണ് എല്ലാത്തിൻ്റെ അവസ്ഥ. ഒരു സാധനവും പൈസ കൊടുക്കാണ്ട് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റില്ല.